കോഴിക്കോട് വടകരയിൽ പള്ളിയിലെ ബിരിയാണി ചെമ്പ് ഉപമ പരാമർശം വിവാദത്തിൽ. ബിരിയാണി ചെമ്പ് വെച്ച അടുപ്പിൻകല്ല് പോലെയാണ് ലീഗും സമസ്തയും പാണക്കാട് കുടുംബവും എന്നായിരുന്നു പ്രസംഗം. ആ പ്രസംഗത്തിന്റെ ഭാഗങ്ങളിലേക്ക്. അടുപ്പിന് 3 കല്ലുണ്ടാവും. അതായത് ഒരു ബിരിയാണി ചെമ്പ് വെക്കുകയാണെങ്കിൽ അത് വെറുതെ നിൽക്കില്ല, 3 കല്ലുണ്ടാവും. അതുപോലെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിഅത്തുൽ ഉലമയും ബഹുമാനപ്പെട്ട പാണക്കാട് കുടുംബവും അതുപോലെ തന്നെ വളരെ പ്രധാനമായി മുസ്ലിം ലീഗ് പ്രസ്ഥാനവും അത് അങ്ങനെ തന്നെ ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് ഈ ഉമ്മത്തിന്റെ ശക്തി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് എങ്ങനെ തകർക്കാൻ ശ്രമിച്ചാലും ഒരു കാരണവശാലും നമ്മൾ അതിന് ആർക്കും കൂട്ടു നിൽക്കരുത്. പഴയ പാരമ്പര്യം കാത്തു സൂക്ഷിക്കണം. പള്ളികളിലേക്ക് രാഷ്ട്രീയം കടത്തിക്കൊണ്ടുവരരുതെന്ന് എഴുത്തുകാരൻ മുഹമ്മദ് അലി കിനാലൂർ പറഞ്ഞു. ബിരിയാണി ചെമ്പ് ഉപമ വിമർശനങ്ങൾക്കിടയാക്കിയെന്നും മുഹമ്മദ് അലി കിനാലൂർ പറഞ്ഞു. പള്ളികളിലേക്ക് രാഷ്ട്രീയം കടത്തിക്കൊണ്ടുവരാതിരിക്കുക എന്നത് സാമാന്യമായി പാലിക്കപ്പെട്ടു വന്ന ഒരു മര്യാദയാണ്. പള്ളികൾക്ക് ഒരു പവിത്രമായൊരു സ്വഭാവമുണ്ട് എന്നതാണ്. പള്ളികളുടെ ഭാരവാഹികളായ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആളുകളുണ്ടാവും. അവരോരോരുത്തരും അവരുടെ രാഷ്ട്രീയം പള്ളികളിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അത് വലിയ പ്രശ്നങ്ങളിലേക്കായിരിക്കും എത്തിച്ചേരുക. സുന്നി പള്ളികളാണ് ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തപ്പെടാറുള്ളതെന്നാണ്. കേരളത്തിലെ മുജാഹിദ് പള്ളിയിൽ നിന്നോ ജമാഅത്തെ ഇസ്ലാമിയുടെ പള്ളിയിൽ നിന്നോ എന്തുകൊണ്ടാണ് ഒരു മുസ്ലിം ലീഗ് അനുകൂല പ്രഭാഷണം വരാത്തത്? കോഴിക്കോട് നിന്നും സമീർ സി മുഹമ്മദാണ് വിവരങ്ങളുമായി ചേരുന്നത്. സമീർ, ഒരു ബിരിയാണി ചെമ്പ് ഉപമ അത് വിവാദമാകുന്നു, അതിനുശേഷം പ്രതികരണങ്ങൾ വരുന്നു. മതവും രാഷ്ട്രീയവും കൂട്ടിക്കലർത്തണ്ട എന്ന രീതിയിലുള്ള പ്രതികരണമാണല്ലോ ഇപ്പോൾ നമ്മൾ കണ്ടത്. ഒപ്പം തന്നെ മറ്റ് പ്രതികരണങ്ങളും ലഭ്യമായിട്ടുണ്ടോ? ക്രിസ്ത്യന, കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വടകര ഓർക്കാട്ടേരി ജുമാ മസ്ജിദിലെ വെള്ളിയാഴ്ച നമസ്കാരത്തിനിടയിലാണ് ഒരു വിവാദ പ്രസംഗം ഉണ്ടായത്. അവിടുത്തെ മഹലിലെ ഖാദിയായിട്ടുള്ള ഉസ്താദ് ആബിദ് ഹുദവിയാണ് ആ ഒരു പ്രസംഗം നടത്തിയത്. ആ പ്രസംഗത്തിലാണ് മുസ്ലിം ലീഗും അതുപോലെ സമസ്തയും ഒന്നിച്ചു നിൽക്കണം എന്നായിരുന്നു അതിൻ്റെ ആശയം. അതോടൊപ്പം തന്നെയാണ് അദ്ദേഹം ഒരു ഉപമ നടത്തിയത്. ബിരിയാണി ചെമ്പ് വെച്ച അടുപ്പിൻ്റെ കല്ല് പോലെയാണ്, ആ 3 കല്ല് പോലെയാണ് സമസ്തയും മുസ്ലിം ലീഗും പാണക്കാട് കുടുംബവും. ഇവർ ഒരുമിച്ച് നിന്നെങ്കിൽ മാത്രമേ സമുദായത്തിന് വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒന്നിച്ചു നിൽക്കണം എന്നായിരുന്നു ആ പ്രസംഗത്തിൻ്റെ പ്രധാനപ്പെട്ട കാതൽ. അതാണ് പിന്നീട് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കുകയും അത് വിവാദമാവുകയും ചെയ്തത്. അതിനകത്താണ് ഇപ്പോൾ എഴുത്തുകാരനായിട്ടുള്ള മുഹമ്മദ് അലി കിനാലൂരിൻ്റെ പ്രതികരണം വന്നിരിക്കുന്നു. അതുപോലെ തന്നെ നവമാധ്യമങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങളും ഉയരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പള്ളികൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളെയാണ് വലിയ ഇതിൽ വിമർശിക്കുന്നത്. പള്ളി പവിത്രമാണ്, അവിടെ അത്തരത്തിലുള്ള രാഷ്ട്രീയ വിമർശനങ്ങളോ രാഷ്ട്രീയ കാര്യങ്ങളോ അല്ല ചർച്ച ചെയ്യേണ്ടത്. മാത്രമല്ല, ഒരു പള്ളിയാകുമ്പോൾ അവിടെ മുസ്ലിം ലീഗുകാർ മാത്രമല്ല ഉണ്ടാവുക, അവിടെ നാഷണൽ ലീഗുകാരുണ്ടാവും, INLകാരുണ്ടാവും, PDPക്കാരുണ്ടാവും. മാത്രമല്ല, കോൺഗ്രസിലും CPIMലും ഒക്കെ ഇസ്ലാം മതവിശ്വാസികളുണ്ട്. അവരൊക്കെ സംഗമിക്കുന്ന ആ വേളയിൽ ഇത്തരത്തിൽ മുസ്ലിം ലീഗിന് അനുകൂലമായിട്ടുള്ള പ്രഭാഷണം നടത്തുന്നതിനെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ ബിരിയാണി ചെമ്പിൻ്റെ കല്ലുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു വിമർശനം കൂടി ഉയരുന്നത്. അതായത് ഇങ്ങനെ ഏതെങ്കിലും ഒരു കല്ലിനോട് ഉപമിക്കേണ്ടവരാണോ സംസ്ഥയുടെ നേതാക്കൾ, അതുപോലെ തന്നെ പാണക്കാട് കുടുംബം, മുസ്ലിം ലീഗ് നേതാക്കൾ എന്നുള്ള വിമർശനം ഉയരുന്നുണ്ട്. ഇത്തരമൊരു പ്രസംഗമാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള വിവാദങ്ങളിലേക്ക് വഴിവെക്കുകയും അതേ തുടർന്നുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതും. വിവിധ മേഖലയിൽ നിന്നുള്ളവർ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരമൊരു പരാമർശം നടത്തിയ ഉസ്താദിനെ, അതായത് ആബിദ് ഹുദവിയെ നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് പ്രതികരിക്കാനില്ല എന്ന കാര്യമാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഇത് വലിയ വിവാദമാവുകയും അതിൽ കൂടുതൽ വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയും കോഴിക്കോട് വിവരങ്ങൾ നൽകുകയായിരുന്നു സമീർ സി മുഹമ്മദ്.